ഒരുമിച്ചിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. രോഗത്തിനോ രോഗശക്തിക്കോ രോഗാത്മാവിനോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദീർഘായുസോടെ ഇരുന്ന കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരുമിച്ച് കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കുന്നല്ലോ. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത എന്തിനെക്കുറിച്ചുള്ളതാണെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ജഡത്തിൽ നിന്നും നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യജീവൻ. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊള്ളും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യുമെന്നുള്ള ദൈവവചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തുടർച്ചയായിട്ട് കർത്താവിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വലിയ ദൈവപ്രവൃത്തികൾ, രോഗസൗഖ്യങ്ങൾ, പ്രവചന ആലോചനകൾ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് കേൾക്കുവാനൊക്കെയും ദൈവം നമ്മളെ ഇടയാക്കുന്നുണ്ട്. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. കർത്താവിൽ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഈ പ്രാർത്ഥനയെ കൂടുമ്പോൾ ഏത് തടസ്സമാണോ ആ തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകും. അത് ഇവിടെ ബ്രേക്ക് ആകുന്ന സ്ഥലമാണ് ദൈവസന്നിധിയിൽ. ആരുടെയും മിടുക്കല്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിഷയം എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും, ഒരു പ്രവചന ആലോചന പോലെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും വലിയ ദൈവപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തുടർമാനമായിട്ട് കേൾക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ട് വന്നത്. ഇന്നിന് നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, പ്രധാനപ്പെട്ട ലേഖനമാണ്. ഈ ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മർമ്മങ്ങൾ, ആശയമല്ല മർമ്മങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു വിശ്വാസി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കൊരു സങ്കീർത്തന ഭാഗം വായിക്കുന്ന സമയത്തോ അവിടെയൊക്കെ വായിക്കുന്ന നമ്മളുമായിട്ട് നമ്മുടെ സിറ്റുവേഷനുമായിട്ട് ഇഴകിച്ചേരുന്ന ചില സന്ദർഭങ്ങൾ, ഇപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, കണ്ണുനീരോടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു സങ്കീർത്തനം കാണത്ത്, ഞാൻ യഹോവയോട് നിലവിളിച്ചു, ഞാൻ കണ്ണുനീരിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലേഖനങ്ങളിലേക്ക് വരുമ്പം നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. അവിടെ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ളതല്ല, അവിടെ ക്രിസ്തുവിനെയും ക്രിസ്തുവിലുള്ള നിങ്ങളെ പറ്റിയാണ് ലേഖനങ്ങൾ മുഴുവൻ പറയുന്നത്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കിന്ന് വചനത്തിലൂടെ കേൾക്കാം. പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ ഇടയായിത്തീരും. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെ ഇന്ന് സഹായിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. ആമേൻ. ഞാനത് തുടക്കത്തിൽ ഇന്ന് വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഈ സുമലത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ മീറ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞ ആരൊക്കെയോ ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടും. വേഗത്തിൽ പ്രാർത്ഥിക്കാൻ, അങ്ങനെ ചിലപ്പോൾ ചില നിയോഗങ്ങൾ പെട്ടെന്ന് വരുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ചില അനർത്ഥങ്ങൾ വിട്ടൊഴിയേണ്ടതിന്. കഴിഞ്ഞ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് ഈ ചില കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളൊരു സഹോദരി പറഞ്ഞു. ഒരു ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ പേര് വെളിപ്പെട്ടവർ കസിനായിരുന്നു. അപ്പോൾ അവർ സൂം മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പേരുകാരന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങ് പ്രാർത്ഥിച്ചു.
അതിനുശേഷമാണ് മനസ്സിലായത് അദ്ദേഹം പെട്ടെന്ന് അറ്റാക്കായിട്ട് ICUയിലിരിക്കുന്ന സമയത്ത് വയനാടോ ഇവിടെ കാസർഗോഡോ ഏതോ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇവരറിയുന്നില്ല, ഈ ആൻറ്റി അത് അറിയുന്നില്ലായിരുന്നു. ഇവിടെ പ്രാർത്ഥനയിൽ കർത്താവ് ആ പേര് വെളിപ്പെടുത്തി വേഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി അതിന് ശേഷമാണ് ആ ആൻറ്റി സാക്ഷ്യം പറഞ്ഞു. നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും നേരത്തെ. അപ്പോൾ ആൻറ്റി അത് പറഞ്ഞു. ആ സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ മരണമാണ് അവിടെ നീങ്ങിയത്. പക്ഷേ കൃപയാൽ അവിടെ കുഴപ്പമില്ലാന്ന് ICUയിലിരുന്ന ആൾ ഡിസ്ചാർജ് ചെയ്യാൻ ഇടയായി തീർന്നപ്പം ചില പ്രാർത്ഥനകൾ വേഗത്തിൽ വരുമ്പോൾ ഏറ്റെടുത്തുന്നത് ആരാണോ ആ വ്യക്തിയുമായിട്ട് എനിക്ക് ആ വാക്ക് പെട്ടെന്ന് മാറിപ്പോൾ വായി വരുന്നില്ല, ആ വ്യക്തിയുമായിട്ട് ഏറ്റെടുക്കുക. കർത്താവ് വലിയ പ്രവൃത്തിയെ ചെയ്യുവാൻ. ഓക്കെ, സുമലത. ഓക്കെ, അത് ഏറ്റെടുത്തോണം. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ വേഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്യും. നമുക്ക് ഒരുമിച്ചെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇന്ന് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഞാൻ ഇതിൻ്റെ അകത്ത് ഷീല എന്നുള്ളൊരു പേര് 2-3 പേര് കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ഷീല എന്ന് പേരുള്ള ആളുടെ കുടുംബത്തിൽ ഷാജി എന്ന് പേരുള്ള ഷീല ആരാ? ഷീലയുടെ കുടുംബത്തിൽ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള ഷീല ഇപ്പോൾ സൂമിൽ പങ്കെടുക്കുന്നതിൻ്റെ അകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരാത്? ഷാജി ആരാത്? സഹോദരനാണ് ഷാജി. അങ്കിൾ പറഞ്ഞായിരുന്നു, ബ്രദർ പറഞ്ഞായിരുന്നു ഷാജി വരുന്നുണ്ട്, കാണാതെ ഇല്ലായിരുന്നു. 2017 പോയതാണ് ഇവിടെ നിന്ന്. ആ വേഗത്തിലൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് അത് വലിയൊരു പ്രവൃത്തിയിലേക്ക് അടുപ്പിക്കട്ടെ. ഇപ്പം ഒന്നും കൂടെ കർത്താവ് അത് ഉറപ്പിക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. അത് ആ വ്യക്തിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചു. ദുഷ്ടൻ അപഹരിക്കത്തില്ല. ദൈവമക്കളുടെ പ്രാർത്ഥന ദുഷ്ടൻ്റെ ആശയെ തകർക്കുന്ന പ്രാർത്ഥനയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിൻ്റെ വചനം വേഗത്തിൽ കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇന്ന് 11-ാമത്തെ അധ്യായമാണ് നാം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അവനിൽ നാം അവകാശം പ്രാപിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ സങ്കീർത്തനമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഇവിടെ തോന്നാൻ കാരണം സങ്കീർത്തനക്കാരൻ എഴുതിയേക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ അധ്യായങ്ങളാണ്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ കഷ്ടതയിലിരുന്നപ്പോൾ യഹോവയോട് നിലവിളിച്ചു, ദൈവം എനിക്കൊരു വിശാലത വരുത്തി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഈ സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് വേഗത്തിൽ ബന്ധപ്പെടാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിലവിളിക്കുന്നു, നമ്മളും കരയുന്നു, നമുക്ക് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, നമുക്കൊരു വിശാല ദൈവം തരും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നാന്ന് ചോദിച്ചാൽ, ഈ തൊട്ടുമുള്ളത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലതും ക്രിസ്തു മുഖാന്തരം നിരപ്പിച്ചു എന്ന് മറ്റു ഭാഗത്ത് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ക്രിസ്തുവിലായിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ തടസ്സങ്ങളെ യേശു ക്രിസ്തു എന്ന ഒറ്റ നാമത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഞാൻ ഇവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. അപ്പം നമുക്ക് ഈ സ്പിരിച്വൽ നമ്മൾ കാണാത്ത, ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, സൂമിലോ ലോകത്തിൻ്റെ ഏതെങ്കിലും കൊണ്ടിരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിരുന്നുകൊണ്ട് ജോലി സ്ഥലത്തോ യാത്രയിലോ ഏതോ ഒരു രീതിയിൽ നിങ്ങൾ ഈ സൂം കേൾക്കുക. അപ്പം നമ്മൾ കാണാത്തൊരു ആത്മമണ്ഡലമുണ്ട്, സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. അതേപോലെ തന്നെ പിശാചിൻ്റെ ഒരു ലോകമുണ്ട്. നമുക്ക് പിശാചിനെ കാണാൻ കഴിയത്തില്ല, അല്ലേ? അവൻ്റെ ഒരു ലോകമുണ്ട് ഭൂമിയിൽ. പക്ഷെ ഭയപ്പെടേണ്ട, ദൈവത്തിലുള്ളവന് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട് പല കാര്യങ്ങളും. നമ്മൾ പോലും അറിയാതെ പലതും സംഭവിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും നമ്മൾ അറിയാത്ത ചില അധികാരങ്ങൾ. ഇപ്പം നിങ്ങൾ പലപ്പോൾ പറയാറില്ല, ചിലർ പറയുന്നുണ്ട്, ബ്രദറെ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്നൊരു അത്ഭുതം ഉണ്ടായി, അത്രയും നാൾ നടക്കാതിരുന്ന കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഏതോ ഒരു തടസ്സം, നമ്മൾ മാനുഷികമായി നമ്മൾ നോക്കിയിട്ട് പരിഹരിക്കാൻ പറ്റാത്ത ഏതൊക്കെയോ തടസ്സങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഞാനൊരു 6-7 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്, പലതവണ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. ആ കുടുംബത്തിൻ്റെ തൊണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഭവനത്തിൽ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ അവർക്കുണ്ടായ ചില അനുഭവങ്ങൾ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പിന്നെയും കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു അരോചകമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ആ കുടുംബത്തിൽ അവർക്കൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ അവർക്ക് അസ്വാഭാവികമായ എന്തൊക്കെയോ ഫീലിങ്സ് ആരോ അവരുടെ കുടുംബത്തിൽ ഉള്ളതുപോലെയോ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയങ്ങളിൽ എന്തൊക്കെയോ അവർക്ക് അനുഭവപ്പെടുകയൊക്കെയോ ചെയ്യുന്നത് പോലെ പുറകെ വന്ന് നിൽക്കുന്നത് പോലെയോ എന്തൊക്കെയോ ഒരു എന്താ പറയുക നമ്മൾ പറയത്തില്ല ഒരു ഡിമോണിക് ആയിട്ടുള്ള എന്തൊക്കെയോ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ വലിയ ഭയപ്പെട്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ ചെറുക്കൻ കൊച്ചൻ അവിടുത്തെ ഒരു 6 വയസ്സുള്ള പയ്യൻ, എനിക്ക് 6 വയസ്സേണ്ട ഉള്ള ചെറുക്കൻ, 6-7 വയസ്സുള്ള പയ്യന്. അപ്പോൾ ഈ പയ്യൻ ആദ്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ കാണുന്നു. അപ്പോൾ അപ്പോൾ ആൻറ്റി പറഞ്ഞിങ്ങനെയാണ്, ഇവനിരുന്ന് പ്രേത സിനിമയെല്ലാം കാണുന്നയാളാണ്. ഈ ഉള്ള പ്രേത സിനിമയെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു പേരൊക്കെ ഉണ്ട്, അത് കുറേ ഇംഗ്ലീഷ് സിനിമകളാണ്. അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് ചിലപ്പോൾ ഇവനിത് കണ്ട് പേടിച്ചിട്ട് പറയുന്നതെന്നാണ് ഇവരാദ്യം വിചാരിച്ചത്. പക്ഷേ ഈ ആൻറ്റിക്ക് പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി. ഇവർ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുറകെ വന്നൊരാൾ നിൽക്കുന്നത് പോലെയും സ്പർശിക്കുന്നത് പോലെയും എന്തോ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ ഒന്നല്ല, പലതവണ ഉണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി ചെറുക്കൻ പറയുന്നതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ട്. അങ്ങനെ ഇവർ ഭയപ്പെട്ട് പല പ്രാവശ്യം നോക്കിയിട്ടും പോണില്ല. അങ്ങനെ എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് വരാനിടയായി തീർന്നു. അപ്പം ഞാനും ആ പോകുന്ന വഴിയായിരുന്നു, ഒരു ദിവസം എല്ലാം കൊണ്ടും ഒത്തുവന്ന് പോകുന്ന വഴിയും കയറാൻ പറ്റുന്നൊരു സാഹചര്യം വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ വരാം, ആ വഴി പോകുന്ന സമയത്ത് ഞാൻ വരാം. അതിൽ എന്നെ വിളിക്കുന്ന സമയവും ഞാൻ പോകുന്ന സമയം എല്ലാം ഒരേപോലെയായിരുന്നു. ആ ഏരിയ പാസ് ചെയ്ത് പോകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ചില തടസ്സങ്ങൾ ആത്മമണ്ഡലത്തിൽ, അതാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തു മുഖാന്തരം നിരപ്പിച്ചിരിക്കുക. എൻ്റെ അർത്ഥം ബൈബിൾ ഒരു വാക്യമുണ്ട്, ഇനി സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലതും യേശു മുഖാന്തരം നിരപ്പിച്ചു, കൊലോസ്യ ലേഖനത്തിലുണ്ട്. അപ്പോൾ ഇവിടെ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഒന്നിനും നിങ്ങളുടെ മേൽ ഇനി അവകാശമില്ല. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമണ്ഡലത്തിൽ നിന്നോ അധോലോകത്തിൽ നിന്നോ പിശാചിൻ്റെ മേഖലയിൽ നിന്നോ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോയിലുള്ള വ്യക്തി നമ്മോട് സംസാരിക്കുന്ന രീതിയിൽ എന്നോട് എന്ത് ചെയ്തു, ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ആ വ്യക്തി എന്ത് ചെയ്യുക, നമ്മൾ ഇന്നാൾ സ്പിരിച്വൽ ആത്മീയ കണ്ണ് തുറക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ ആ ക്ലാസ്സിൻ്റെ അകത്ത് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സം എന്ത് ചെയ്തു, ഈ സംഭവം സംസാരിക്കുന്നു, ഈ ഫോട്ടോയിലുള്ള സംഭവം സംസാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ വീട്ടിൽ പോകുന്നത്. അതിനുശേഷം ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെയും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് എന്നോട് ഈ ഫോട്ടോയിലുള്ള സാധനം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇവരുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്, എന്നെ ഫോൺ ചെയ്തു വരുന്നതല്ലാതെ ഒരു ബന്ധം അവിടെ ഇല്ല. എങ്ങനെ വെളിപ്പെട്ടു, ഇതെങ്ങനെ മനസ്സിലായി, എങ്ങനെ തടസ്സം മാറി, പിന്നീട് ഒരിക്കലും അവർക്ക് ആ സംഭവം ഉണ്ടായില്ല. അതിൻ്റെ കാരണം അവിടെ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ സകല വിഷയത്തിൽ നിന്നും സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലത്തിൽ നിന്നും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ക്രിസ്തു മുഖാന്തരം നിരപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയ 11ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിൽ നമുക്ക് അവകാശമുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനാ രീതികൾ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ അവകാശത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്, അതോ ഒരു സാധാരണ പ്രാർത്ഥനയാണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ പ്രാർത്ഥിക്കാൻ വേണ്ടി, ചില കണ്ടിട്ടില്ല, വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുക. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന്, അത് ഭയങ്കര ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഭയങ്കര ഒച്ച വെച്ച് ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്കത് വലിയ താല്പര്യമില്ലാത്ത പ്രാർത്ഥനയാണ്, വലിയ ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ് എന്ന് എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അപ്പം അങ്ങനെ പറയുന്നതിനെപ്പറ്റി ക്രിസ്തു പറയുകയാണ്, പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അഭയയാചനകൾ, അപേക്ഷകൾ, യാചനകൾ ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. 8-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ അവരോട് തുല്യരാകരുത്. ശ്രദ്ധിച്ച്, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന്. ഇവിടെ യാചിക്കുക എന്ന് കൊടുത്തത്, പക്ഷേ യാചിക്കുക എന്നല്ല, ഫോർ യു ആസ്ക് എന്ന് കൊടുത്തത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുണ്ടോ, നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പം എൻ്റെ വിഷയങ്ങൾ പിതാവ് അറിയുന്നുണ്ട്. അപ്പം എൻ്റെ വിഷയങ്ങൾ ദൈവത്തിന് നന്നായിട്ടറിയാം. ഇത് അറിയുന്ന ദൈവം, ഇനി എഫേസിൽ നോക്കിയേ, ദൈവത്തിൽ എനിക്ക് ചില അവകാശങ്ങളെ വെച്ചിട്ടുണ്ട്. നമ്മൾ അവകാശങ്ങളെ പ്രാപിക്കുമെന്നല്ല, ഞാൻ പലപ്പോഴും വേണം പ്രാപിക്കുക എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് ഇവിടെ നോക്കിയേ, ഞങ്ങൾ അവകാശം പ്രാപിച്ചു.
അതിൻ്റെ അർത്ഥം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് അത് വന്നിരിക്കുന്നു. എങ്ങനെ? ക്രിസ്തുവിൽ നാം അവകാശം പ്രാപിച്ചു. അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം നോക്കി, ഈ പ്രാർത്ഥന നോക്കി, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അറിയുന്നല്ലോ. അപ്പം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൽ നമുക്ക് അവകാശമുണ്ട്. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടതും മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൽ പുകഴ്ചയ്ക്ക് തന്നെ. അപ്പോൾ ഇവിടെ മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നത് മുൻ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മുൻ നിർണ്ണയിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിലേക്കൊരു വ്യക്തി വരുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി സകല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നമ്മൾ ഈ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് പരിജ്ഞാനം ആവശ്യം. നിങ്ങൾ പഴയ നിയമത്തിലെ പല പ്രാർത്ഥനകളും ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകളിൽ പലതും അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ട്. ദൈവസന്നിധിയിൽ അവർ ക്ലെയിം ചെയ്യാറുണ്ട്, കർത്താവേ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ വചനത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, നീ ഞങ്ങളോട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് നീ ഞങ്ങളോട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? ദൈവത്തോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ മനസ്സിൽ അവരെന്താണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്തൊരു ബോധമുണ്ട്. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പോലും അറിയാത്ത ചില തടസ്സങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുവെക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ആ ഒരു കുടുംബത്തിലുണ്ടായ ഇൻസിഡൻറ്റ് പറയാൻ കാരണം, അതിലേക്ക് ഞാൻ വരാം. അപ്പം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വിഷയം മാറണേ, വിഷയത്തിൻ്റെ അകത്തൊരു പരിഹാരം ചെയ്യണവേ. ഞാൻ ചോദിക്കുക, ഈ വിഷയം നിങ്ങളുടെ അവകാശമാണോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വാക്യത്തിൻ്റെ ഇന്ന് റെഫറൻസ് എടുത്തിട്ടില്ല, നാളെ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ഞങ്ങളോട് സത്യം ചെയ്തിരിക്കുന്നത് പോലെ എന്ന് പഴയ നിയമത്തിൽ ഒരു പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് സത്യം ചെയ്തിരിക്കുന്നത് പോലെ കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പഴയ നിയമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ ദൈവത്തിൻ്റെ എന്താണോ വാഗ്ദാനം അതിനെ അവർ മുറുക്കെ പിടിക്കുക. അപ്പോൾ അവരുടെ പ്രാർത്ഥന അതുമായി റിലേറ്റ് ചെയ്തേക്കുന്ന. ഇപ്പോൾ ഉദാഹരണം പറയുക, നിങ്ങളിപ്പോൾ ഒരു വിഷയത്തിൻ്റെ മേലെ ഏതെങ്കിലും ഒരു വിഷയവും ഏതെങ്കിലും ഒരു വചനം ഒന്ന് പറഞ്ഞ്, ചുമ്മാ പറയില്ല, ഏതെങ്കിലും ഒരു വിഷയവും അതുമായി ബന്ധപ്പെട്ട ദൈവം പറഞ്ഞേക്കുന്ന രോഗസൗഖ്യം എപ്പോഴും പറയുന്നതാണ്. വേറെന്തെങ്കിലും പറ. ഞാൻ നിനക്ക് ഉത്ഭവിക്കുന്ന ദുർഘടങ്ങൾ അല്ല, എനിക്ക് ഇപ്പൊ പറഞ്ഞ യശാവിലെ വാക്യം എന്ന് പറഞ്ഞ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ഒരു മിനിറ്റ് ഇത് എല്ലാരും പറഞ്ഞ ഒന്നും തിരിയത്തില്ല. ഒരു മിനിറ്റ്. ആ യശയാവിലെ 42-ന്റെ 45-ന്റെ 2-3 വാക്യം ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. യശയാവ് 45-ന്റെ 2-3 വാക്യമാണ്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വ്യവസ്ഥ പഠിപ്പിച്ചു തരാം. നമ്മൾ ചുമ്മാ ഈ ജാതികളെ പോലെ ജലൽപ്പനം ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് എന്താ സംഭവം? പിശാചിന് നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കി, ഈ വാക്ക് നോക്കി, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചോണം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കി, നീ എൻ്റെ പേർ ചൊല്ലിക്കുന്നത് യഹോവ ഇസ്രായേൽ മക്കൾ ദൈവം നിറയേണ്ടത് ഞങ്ങൾക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ മറുപടി കുത്തുമതികളെയും ഒരുക്കുക. അപ്പം ഈ വാക്യം രണ്ടും നോക്കണം, ഈ 2-3 വാക്യം നോക്കണം. അപ്പം ഇത് രണ്ടും നിങ്ങളുടെ അകത്ത് അറിവായി കയറണം. അപ്പം ഞാൻ നിനക്ക് മുമ്പായി, അപ്പം ഞാനും നീയും 2 കാര്യം കൊണ്ടോ ഒരു ബന്ധം അവിടെ ഉണ്ടായി വരിക. ഞാനെന്ന് പറയുന്ന വ്യക്തിയും ദൈവമെന്ന് പറയുന്ന വ്യക്തിയും തമ്മിലൊരു ബന്ധമാണ്. ഈ ബന്ധത്തിൻ്റെ അകത്തുനിന്നും കൊണ്ടുകൊണ്ട് വചനം പറയുകയാണ്, ദൈവം എനിക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുകയും ചെയ്യും. അപ്പം എൻ്റെ ദൈവം, എനിക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം എനിക്ക് മുമ്പേ പോയി പരിഹരിക്കുന്ന ദൈവമാണ്. അപ്പം ഈ അറിവ് നിങ്ങളുടെ പ്രാർത്ഥനയിലോട്ട് ആഡ് ചെയ്യണം.
നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവ്, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തരണം കർത്താവേ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കുക. അവരും അങ്ങനെയല്ല. നിങ്ങൾ നോക്കി, നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് യേശു ക്രിസ്തുവിനെ അറിയാത്ത ഏതെങ്കിലും ഒരു മരത്തിൽ ജീവിക്കുന്ന വേറെ വീട്ടിൽ പൊക്കി അവർ പ്രാർത്ഥന എങ്ങനെയാ? ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ കരുതണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇതാണ് അവരുടെ പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥനയും ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അവർ പറയുന്നു ഞാനും ദൈവവും, കണ്ടോ, നിനക്കെന്നുള്ളത് ദൈവമാണ്, ഞാനും നിനക്ക് മുമ്പായി ചെന്ന്, ദൈവം പറയുകയാണ്, ദൈവം എനിക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പ്. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്, ദൈവമായിട്ടുള്ള ബന്ധമാണത്. നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധം തിരിച്ചറിയണം. നമ്മളൊരു ബന്ധത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ദിവസം നിൽക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഈ മെനക്കെട്ട് സമയമില്ലാത്ത സമയമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ രാത്രിയിലോ ജോലിക്കിടയ്ക്കോ ലോകത്തിൽ ഏത് കൊണ്ടിരുന്നുകൊണ്ട് എന്തിനാണ് ഈ 1 മണിക്കൂർ നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ മേലെ? നിങ്ങൾ ദൈവത്തെ ഇഷ്ടമുള്ളത് കൊണ്ടും കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുവാൻ, ദൈവത്തെ പേടിച്ചിട്ട് ആരെങ്കിലും ഈ പ്രാർത്ഥന, ദൈവം എന്നെ തല്ലിക്കൊല്ലുമെന്ന് വിചാരിച്ച് ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് കയറുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ദൈവത്തെ പേടിച്ച് കയറുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ട് കയറുന്നവരാണ്. അപ്പം നിങ്ങളും ദൈവവും തമ്മിലൊരു ഇഷ്ടമുണ്ട്. ഈ ബന്ധത്തിൻ്റെ അകത്ത് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ പ്രാർത്ഥനയെ പിശാച് മിസ്യൂസ് ചെയ്യും. അവനത് ക്ലെയിം ചെയ്യാൻ പറ്റും. കണ്ടോ കർത്താവേ, ഇവൻ പ്രാർത്ഥിക്കുന്നത് തെറ്റായ രീതിയിലാണ്. അപ്പം തെറ്റായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ എന്നാ കുഴപ്പം? ദൈവത്തിനെല്ലാം അറിയാലോ എന്ന് പറയുമ്പോൾ യേശു പറയുന്ന വാക്ക് കണ്ടോ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജലൽപ്പനം ചെയ്യരുത്. അപ്പം കർത്താവ് അവിടെ പറഞ്ഞുകൊണ്ടോ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്നല്ല. അപ്പം കർത്താവ് പറഞ്ഞു എന്തേലും ആയി പോട്ടെ, ഇനി അവൻ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നില്ല. നിങ്ങൾ അവരെ പോലെ ആകരുത്. അതിൻ്റെ അർത്ഥം അവർ പ്രാർത്ഥിക്കുന്നത് പോലെ ആയാൽ നിനക്കൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവത്തിൽ നിന്നുള്ളത് കിട്ടത്തില്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർ കരുതുന്നത്. നീയോ കാരണം അവരോട് നിങ്ങൾ തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കണം? അവരെ പോലെ ആകരുത്. നിങ്ങൾ തൊട്ടുമുള്ളത്തെ വാക്യം കൊണ്ടോ 6-ാം വാക്യം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനെ പള്ളിയിലും തിരക്കോളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, ചിലരിങ്ങനെ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, ചിലരിങ്ങനെ പ്രാർത്ഥനക്കാരനാണെന്നും പ്രാർത്ഥനക്കാരിയാണെന്നും കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് എപ്പോഴും. നിങ്ങൾക്ക് ഇവിടെ ബന്ധമാണ് യേശു പറയുന്നത്. നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം വചനമാണ്. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി തരുന്ന വചനമാണ്. ഇപ്പോൾ നിങ്ങൾ പറയത്തില്ലേ, ബ്രദർ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ദൈവപ്രവർത്തി നടക്കും. എന്താ അതിൻ്റെ കാരണം? എന്താ? നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു തോന്നലുണ്ടായി എന്നെക്കാളും കൂടുതൽ ബന്ധം ബ്രദറിനുണ്ടെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനും നിങ്ങളും യേശുവിൻ്റെ മക്കളാണ്. ഞാൻ ആ ബന്ധത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ധൈര്യവും കിട്ടിയെന്നേ ഉള്ളൂ. നിങ്ങളിപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ അകന്നിരിക്കുന്നൊരു വ്യക്തിയാണെന്നും നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെന്നും നിങ്ങൾക്ക് വലിയ ദൈവസന്നിധിയിൽ വരാൻ യോഗ്യതയില്ലെന്നും ബ്രദർമാർക്കും സിസ്റ്റർമാർക്കും മാത്രം ഇതിനുള്ള കഴിവുള്ളെന്നൊരു ചിന്തയുണ്ടല്ല. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം, ദൈവം പരിചയപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങളുടെ പിതാവ് നോക്കി, നിങ്ങളുടെ പിതാവ്. അപ്പോൾ പിതാവും മകനും മകളുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളും ദൈവവും. ഇനി യേശാവിലേക്ക് വരാം. ഇവിടെ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമല്ല, ഇവിടെ ദാസന്മാരുടെ പ്രാർത്ഥന ചെയ്ത്, ഞാനോ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടപാതകളെ നിരപ്പാക്കും, താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം. നോക്കി, ഇവിടെ നോക്കി, ഇസ്രായേലിൻ്റെ ദൈവം. നമ്മൾ വ്യത്യാസം ഇവിടെ നിങ്ങൾ ആദ്യം കേട്ടതിൻ്റെ അകത്തുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഒരു വ്യത്യാസം അവിടെയുണ്ട്. എന്തായിരിക്കും വ്യത്യാസം? ഒന്ന് പറഞ്ഞേ. മത്തായിൽ നമ്മൾ കണ്ട ഒരു വ്യത്യാസം ഇവിടെ പറഞ്ഞേ. അവിടെ പിതാവെന്ന് പറഞ്ഞു, ഇവിടെ ദൈവം എന്ന് പറഞ്ഞു. ഇത്രയും വ്യത്യാസം, വലിയ വ്യത്യാസമായത്. ഇവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും, ശ്രദ്ധിച്ചോണം, മറവിടത്തിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വിദ്വന്മാർ ഇസ്രായേൽ നിമിത്തവും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന നീ അറിയാത്ത, എനിക്ക് ഈ വാക്യം നോക്കിയാൽ, നീ അറിയാത്ത ഇരിക്കയെ ഞാൻ നിനക്ക് ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണം. അപ്പം ഇതൊക്കെ
ഇതൊക്കെയും നമ്മുടെ അവകാശമാണ്. അവിടെ ദൈവവും ദാസനോട് പറയുകയാണ്, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപമുണ്ട്, മറവിടങ്ങളുടെ ഗുപ്ത നിധികളുണ്ട്, ട്രഷറുകൾ, നിധികൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അകത്ത് നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. എൻ്റെ കർത്താവ്, ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നിലവിളിക്കാതെ നിങ്ങൾ വളരെ കൂളാകുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ഈ വചനം മനസ്സിൽ ഓർത്തുകൊണ്ട് പറയണം, എൻ്റെ ദൈവമേ അങ്ങ് എനിക്ക് മുമ്പാകെ ചെന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദുർഘട വിഷയത്തെ, ഈ പ്രതിസന്ധിനെ, ഈ പ്രതികൂലത്തെ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ്, എൻ്റെ പിതാവ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വന്നില്ല. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് ഒരു ധൈര്യം വന്നു? ഉറപ്പ് എത്ര പേർക്ക് വന്നു കേട്ടപ്പം? അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ അകത്തൊരു ധൈര്യം വരും. അല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ജാതികളെ പോലെ ജൽപ്പനം ചെയ്യും, ആദിഭാഷണത്താൽ. കണ്ടിട്ടില്ലേ ചുമ്മാ ബഹളം വെച്ച് നിലവിളിക്കുന്നത്? അവരങ്ങോട്ട് അഭയയാചന കഴിക്കുക. എൻ്റെ അർത്ഥം ഈ ആരാന്നറിയോ നിലവിളിക്കുന്നവൻ നിരാശപ്പെട്ടവനാ. നിലവിളിക്കുന്നവൻ സകലവും നഷ്ടപ്പെട്ടവരാ. നിലവിളിക്കുന്നവൻ, നമുക്കറിയാം തിമായുടെ മകനായ ബർത്തിമ യേശുക്രിസ്തു പോകുന്ന വഴിക്ക് അവൻ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ നിലവിളിച്ചു. എന്തിനാ അവൻ നിലവിളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവന് കാഴ്ചയില്ല, രണ്ട് യേശുവിൻ്റെ ശ്രദ്ധ അവന് പിടിക്കണം. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഉറപ്പില്ല യേശു അവനെ സൗഖ്യമാക്കുമെന്ന്. കാര്യം ഒത്തിരി രോഗികൾ കിടക്കുക, ഒത്തിരി വലിയ ജനക്കൂട്ടം യേശുവിനെ പൊതിയുക. യേശു അവനെ തൊടണമെന്നും യേശു അവനെ സൗഖ്യമാക്കണമെന്നും അവന് നിർബന്ധമില്ല. വാക്യം ഒന്ന് അറിയാവുന്നവരെ പെട്ടെന്ന് എടുത്തേ. തിമായുടെ മകനായ ബർത്തിമായി വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ നിലവിളിക്കും. എന്തിനാ അവൻ നിലവിളിക്കുന്നത്? അവനൊരു ചാൻസ് കിട്ടണം, യേശു ഒന്ന് അവനെ തൊടണം, യേശു ഒന്ന് അവനെ ഒന്ന് അറിയണം. അതുകൊണ്ട് അവൻ നിലവിളിക്കുകയാ. കുറേ നേരം നിലവിളിച്ചപ്പോൾ ശിഷ്യന്മാർ അവനെ അമർച്ച ചെയ്തു എന്ന് പറയുന്നത്, മിണ്ടാതിരിക്കുവാൻ അവനെ അമർച്ച ചെയ്തു. എന്നിട്ട് അവൻ നിർത്തിയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശു അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് തോന്നി എന്നറിയാവോ, ഇവൻ ഇന്ന് സൗഖ്യം കിട്ടത്തില്ല. അപ്പൊ സൗഖ്യം കിട്ടാത്തവന്റെ പ്രാർത്ഥന നിലവിളിയാ. പക്ഷെ ഉറപ്പുള്ളവൻ നിലവിളിക്കണ്ട, ഉറപ്പുള്ളവൻ്റെ അകത്തൊരു ഉറപ്പ് വരും. മർക്കൂസ് 10:46 അല്ലേ? ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. മർക്കൂസ് 10-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം. ഇങ്ങനെ വാക്യം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സമയം പറക്കും. മർക്കൂസ് 10:45 ആ വാക്യം നോക്കി. ഈ വാക്യമല്ലേ സിസ്റ്ററെ? ഓക്കെ, ആ വാക്യമല്ല. ഓക്കെ, ഈ ബാക്കി ശരി, മാറിപ്പോയി. എരിഹോമിൽ എത്തിയപ്പോൾ പിന്നെ ശിഷ്യന്മാരുടെ വലിയ പുരുഷാരത്തിൻ്റെ കൂടെ എരിഹോമിൽ നിന്നും പുറപ്പെട്ടു തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനെ വിഷയയക്കാൻ വഴിയിലിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ട് അവൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശ്വാസിച്ചു. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ എന്ത് ചെയ്തു? പിന്നെയും നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവൻ ഇത്രയും നേരം ഇല്ലായിരുന്നൊരു ധൈര്യം, ഇത്രയും നേരം അവൻ്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ കാറി കൂകി നിലവിളിക്കുമ്പോൾ യേശു ഒന്ന് കേട്ടാ മതിയായിരുന്നു. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, യേശു എൻ്റെ നിലവിളി ഒന്ന് കേട്ടാ മതിയായിരുന്നു പറ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എടുത്ത് കളയേണ്ടത്. യേശു എൻ്റെ നിലവിളി കേട്ടാൽ മതിയായിരുന്നുള്ളത് എടുത്ത് ദൂരെ കളഞ്ഞിട്ട്, യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം വായിച്ച വാക്യം നോക്കിയേ, ദൈവത്തിൽ നാം അവകാശം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ അവകാശിയാണ്. അപ്പം അവകാശി എന്ത് ചെയ്യണ്ട? നിലവിളിക്കേണ്ട കാര്യമില്ല. തിമായുടെ മകനായ ബർത്തിമായി വിളിച്ചു പറഞ്ഞ വാക്ക് നോക്കി, ദാവീദ് പുത്ര എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവന് യഹൂദന്റെ പശ്ചാത്തലം അറിയാം.
അഴിഞ്ഞുപോയ യഹൂദൻ്റെ ദാവീദിൻ്റെ കൂടാരത്തെ പണിയാൻ വന്ന രാജാവായ യഹോവേനെ അറിയാം, യേശുവിനെ അറിയാം. അവന് യേശു എന്ന രക്ഷകനെന്നും ഇവന് വേണ്ടിയാ വന്നിരിക്കുന്നു എന്നുള്ള അറിവ് അവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നില്ല. അവൻ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ അധൈര്യമുണ്ട്, ഭയമുണ്ട്. അവൻ സൗഖ്യമാകാതെ പോകുമോ, അവൻ അത്ഭുതം കിട്ടാതെ പോകുമോ, അവനെ യേശു കാണാതെ പോകുമോ എന്നൊരു അറിവിൻ്റെ കുറവ് അവൻ്റെ അകത്തുണ്ട്. ഇനി അറിവുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ? അറിവുണ്ടെങ്കിൽ അവൻ നിലവിളിക്കത്തില്ല. അവൻ്റെ അകത്ത് പറയില്ല, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, നീ തിരുഹിതത്താൽ അവകാശിയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ദൈവസന്നിധിയിൽ ക്ലെയിം ചെയ്യുന്നവരാണ്, അതിനെ ഉറപ്പിക്കുന്നവരാണ്. ബൈബിളിലെ വചനങ്ങൾ ആദ്യം കാണാപ്പാഠം പഠിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഈ ബൈബിളിലെ വചനമൊക്കെ കാണാപ്പാഠം പഠിച്ചാലേ പ്രാർത്ഥന ശരിയാകത്തുള്ളൂ. കാര്യം നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ പ്രാർത്ഥന തെറ്റായ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ മറുപടി ലഭിക്കത്തില്ല. തെളിവ് ഞാൻ പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞുകൊണ്ട് നീയോ പ്രാർത്ഥിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം അവിടെ വേറെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നീ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. അതാണ് നീയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാതെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയാതെ നീയോ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റാരൊക്കെയോ വേറെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥന യേശു മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്നാണ്? അവരുടെ പ്രാർത്ഥനയുടെ രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രാർത്ഥനയുടെ രീതിക്ക് ഇത്ര പ്രത്യേകത? പ്രാർത്ഥനയുടെ രീതിയുടെ പ്രത്യേകത, ദൈവം നമുക്ക് ബൈബിൾ തന്നിട്ടതിൻ്റെ കാരണം എന്തുവാ? ദൈവത്തെപ്പറ്റി അറിയാനും ദൈവത്തിലുള്ളവനെ പറ്റി അറിയാനും ദൈവം ആരെന്നറിയാൻ തന്നിരിക്കുന്ന പുസ്തകമാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ ബൈബിൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലാംഗ്വേജുകളിൽ അച്ചടിച്ചിട്ടുള്ള പുസ്തകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പുസ്തകം ബൈബിൾ? അറിയാമോ? ലോകത്തിൽ നാനാ ഭാഷകളിൽ അച്ചടിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പുസ്തകം ബൈബിളാണ് നിൽക്കുന്നത്. ബാക്കി ഒത്തിരി പുസ്തകങ്ങളുണ്ട്, എങ്കിൽ പോലും മുൻനിരയിൽ ബൈബിളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന മലയാളത്തിൽ, നിങ്ങൾ ഇനി അറബിയിലോ തമിഴിലോ ഹിന്ദിയിലോ മറാഠിയിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷക്കാരനാണെങ്കിലും അവൻ്റെ കയ്യിൽ അവൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ അവന് ദൈവം ബൈബിൾ കൊടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇവനത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമല്ല. നിങ്ങൾ നോക്കിയേ, 8-ാം വാക്യം നിങ്ങൾ നോക്കിയേ, നിങ്ങൾ അവരോട് തുല്യരാകരുത്. അവരോട് തുല്യരാകരുത്. അപ്പം ഇതൊക്കെ നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്, ജൽപ്പന പ്രാർത്ഥനകളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് അകപ്പെടുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് വചനമാണ്. ആ വചനം, ഇപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞല്ലോ, എനിക്ക് മുമ്പായി ചെയ്ത ദുർഘടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇത് നിരപ്പാക്കുന്ന ഒരു ദൈവം, ഇത് നിരപ്പാക്കുന്ന, താമ്രവാതിലുകളെ തകർക്കുന്ന, ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കാൻ കഴിയുന്ന ദൈവം. അതിൻ്റെ അർത്ഥം എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും കഴിയുന്നൊരു ദൈവമാണ്. എനിക്ക് മുമ്പേ പോകും എന്നവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രശ്നം വരത്തില്ലെന്നല്ല ഞാൻ പറയും, ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിൽ അതിന് പരിഹാരമുണ്ടെന്നുള്ള വചനം അറിഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്നറിയാവോ? നമുക്ക് ടെൻഷൻ കയറും. നിങ്ങൾ നോക്കിയേ, തിമാന മകനായ ബർത്തിമായോട് അവിടെ ശിഷ്യന്മാർ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മർക്കൂസിൻ്റെ 10-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ച് നോക്കിയേ. ധൈര്യപ്പെടുക, നോക്കിയേ, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, ധൈര്യപ്പെടുക. അപ്പം ഇത് അവനില്ല. ധൈര്യപ്പെടുക. അവരെന്നാ ധൈര്യമില്ലാത്തത്? അവന് ധൈര്യക്കുറവ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിളിച്ചു പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ. അതായത് എനിക്ക് കാഴ്ചയില്ലാത്തവനാണ്. നമുക്കാണെങ്കിൽ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ വഴി നിന്ന് ലോട്ടറി വിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സങ്കടമല്ല, ഒരു കരുണ, ഒരു ദയ, ഒരു മനസ്സലിവ് നമുക്ക് തോന്നുമല്ലോ. പക്ഷേ ഈ മനുഷ്യൻ എടുത്തു പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്? ഒരു കാഴ്ചയില്ലാത്ത പിശയാചിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ എത്രയോ എല്ലാ മനുഷ്യർക്കും, അപ്പോൾ യേശുവിന് എന്തുകൊണ്ട് അത് തോന്നണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. കാരണം അവന് മനസ്സിലായി, 10,000-കണക്കിന് കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും നടക്കാൻ കഴിയാത്തവരും ഒക്കെ യേശുവിനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിൽ എന്നോടും കൂടെ തോന്നണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ ഉറപ്പില്ല. ഇതേപോലെ നിങ്ങളും പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ടാണ് യേശു ആദ്യം നിലവിളിച്ചപ്പോൾ നിൽക്കാഞ്ഞത്?
ഇവൻ എത്രത്തോളം നോക്കും? ഇവൻ്റെ നിലവിളി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെ കർത്താവ് ഈ ബൈബിളിലേക്ക് എഴുതിയിരിക്കുന്നത്. കർത്താവ് നിന്നിട്ട് ഇനി മറുപടി ശ്രദ്ധിച്ചോണേ. കർത്താവ് നിന്നു. ഇനി 52 നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യേശു അവരോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? കണ്ടോണം, ഇതാ ചോദ്യം അവനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പണ്ട് നമ്മൾ ഒത്തിരി ഈ വാക്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. യേശുവിൻ്റെ ചോദ്യം, കാഴ്ചയില്ലാത്ത വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുക, സഹോദര നിങ്ങൾക്ക് കാഴ്ച കൊടുക്കാൻ പറ്റുന്ന ആളാണ്, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കണ്ണ് തുറക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി ചോദിക്കുക, എന്ത് ചെയ്ത് തരണം? ഈ ചോദ്യം തന്നെ ശരിയല്ല. പക്ഷേ കർത്താവ് എന്തിനാ ഇത് ചോദിച്ചെന്നറിയാമോ? അവൻ്റെ വായിന്ന് വരണം എന്ന് ചോദിച്ചതിന്, റബിനി എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് യാചിച്ചു എന്നല്ല, അപേക്ഷിച്ചു എന്നല്ല, പറഞ്ഞു. കണ്ടോ, ഉടനെ അവൻ്റെ ട്യൂണ് മാറിയത് കണ്ടോ. അതുവരെ കരുണ കിട്ടണമെന്ന് പറഞ്ഞ് വിളിച്ചവനാണ്. പക്ഷെ യേശു അവനെ കണ്ടെന്നറിഞ്ഞപ്പം ട്യൂണ് മാറ്റി പുള്ളി. യേശു അവനെ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പം മനുഷ്യൻ ട്യൂണ് മാറ്റി. അതുവരെ കരുണ കിട്ടാൻ വേണ്ടി പറഞ്ഞവൻ ഇപ്പം പറയുകയാണെങ്കിൽ കാഴ്ച പ്രാപിക്കണം കർത്താവേ. കണ്ടോ, ഇതാണ് ബന്ധം. അതുവരെ അവൻ യേശുവിൻ്റെ അകലെ മാറി നിന്നുകൊണ്ട് യേശു അവനെ ബന്ധപ്പെടുവോ കാണുവോ കേൾക്കുവോ എന്ന് അറിയാതിരുന്ന സമയത്ത് അവൻ നിലവിളിച്ചു, കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിച്ചു. യേശുവുമായിട്ട് കണക്റ്റഡ് ആയപ്പം അദ്ദേഹത്തിൻ്റെ രീതി വ്യത്യാസം വന്ന് വേണം. കാര്യം എന്തുവാ? ഇപ്പം മുഖാമുഖം നിൽക്കുക, ബന്ധം മാറി. ഇപ്പം വഴിപോക്കനല്ല, യേശു അവനെ വിളിച്ച് അടുത്ത് കൊണ്ടുവന്നു. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വന്നു. ഇതാണ് ബന്ധത്തിൻ്റെ അകത്തെ പ്രത്യേകത. 51 വാക്യത്തിൽ പറയാണ്, കുരുടൻ പറയുകയാണ്, എനിക്ക് വേണം കർത്താവ്. നമ്മൾ ഇതുവരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ മക്കളാണോ? അപ്പനോട് പറ, അപ്പ എനിക്ക് വേണം, അപ്പം എനിക്ക് ആ വിടുതൽ, എൻ്റെ തലമുറയുടെ കാര്യത്തിലൊരു മാറ്റം വേണം അപ്പ. ധൈര്യത്തോടെ പറ, എനിക്ക് ആ വിഷയത്തിന്. അങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞ് അപ്പനോട് സംസാരിക്കുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് സംസാരിച്ച്, ഒന്ന് ബന്ധപ്പെട്ടേ, ഞാൻ ഉറപ്പിച്ചു പറയും നിങ്ങളുടെ വിഷയങ്ങൾ വേഗത്തിൽ നടക്കാൻ വേണ്ടി പോവുക. ഇവിടെ നോക്കിക്കേ, ഇവൻ പറയുകയാണ്, കുരുടന് കാഴ്ചയില്ലാത്ത മനുഷ്യൻ പറയുകയാണ്, അവനോട് പറഞ്ഞു, യേശു അവനോട് പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. കണ്ടോ, ഇത്രയേ ഉള്ളൂ വിഷയം. നിങ്ങളുടെ വിഷയമൊക്കെ ഇത്രയേ ഉള്ളൂ. വലിയ പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർന്നു. നോക്കിക്കേ, ഇവിടെ നോക്കി, യേശു പറയുകയാണ്, നീ പൊക്കൂ, കട നിൽക്കി, നീ പോ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നമ്മളാണെങ്കിൽ 2 മണിക്കൂർ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച്, ഒരു ശാസനയൊക്കെ ശാസിച്ച്, അവനെ അവനെ ഒന്ന് ഉരുട്ടി മെഴുക്കിയെടുത്ത് അവൻ്റെ മേലുള്ള എല്ലാ ദുരാത്മാവിനെയൊക്കെ ഓടിച്ച് നമ്മൾ വലിയൊരു പ്രാർത്ഥന അവിടെ വെക്കുമ്പോൾ യേശു പറയും, പൊക്കോ, നിനക്ക് വിശ്വാസം ഉണ്ടോ? നിനക്ക് കാഴ്ച ഞാൻ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നീ പൊക്കോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം പ്രവർത്തിക്കുമെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എനിക്ക് ഉറപ്പുണ്ട് ബ്രദർ. ഉറപ്പുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നു. ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് തരുന്ന വചനത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇതിനെ തിരിച്ച് പ്രാർത്ഥിക്കരുത്. ഈ വചനവും മുറുക്ക പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജ അറിയുമേ, അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തലമുറയെ കാണുന്നവർ പറയും, ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന മുഴുവൻ പഴികളും പരിഹാസങ്ങളും നിന്ദകളും, തോന്നിവാസിയാണ്, രക്ഷപ്പെടുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല, യേശുവിലേക്ക് വരുന്നില്ല, അവനൊരു മാറ്റം ഉണ്ടാകുന്നില്ല, വേറെ വഴിക്ക് പോകുന്നു. ഇതാ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കേട്ടതിൻ്റെ അകത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം എന്താ പ്രാർത്ഥിക്കുന്നത്? കരഞ്ഞോണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് ഈ ഗതി വന്നല്ലോ. എല്ലാവരുടെയും കുടുംബത്തിൽ മറ്റെല്ലാവരുടെയും തലമുറകൾ ഒരുമിച്ചിരുന്ന് സ്തുതിക്കുമ്പോൾ എൻ്റെ തലമുറ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വിഷമമാ കർത്താവ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ നിന്ന് കേട്ടതല്ല നിങ്ങളുടെ വിശ്വാസം, വചനത്തിൽ നിന്ന് കേട്ടതാ, ദൈവത്തിൽ നിന്ന് കേട്ടതാ. ദൈവത്തിൽ നിന്ന് കേട്ട വചനത്തിൽ നിന്ന് എന്താ പറയുക? നിൻ്റെ സന്തതി യഹോവയാൽ പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കും? അതാണ്, ഇതിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പം എൻ്റെ കർത്താവ് എനിക്കറിയാം എന്നാ സംഭവിച്ചാൽ. ഇപ്പോൾ അവൻ ആ വഴിക്കല്ല പോകുന്നത്, പക്ഷേ ഞാൻ ഇപ്പോൾ വിഷമം വന്നാൽ പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവം ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ തലമുറ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടത് നാട്ടുകാർ ഞാൻ പറഞ്ഞറിയണ്ട. ഞാനിപ്പോൾ പറയും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആൾക്കാർക്ക് പിന്നെ നിൻ്റെ തലമുറ ദൈവം അവർ പറയും, ജാതികൾ പറയും,
നിന്റെ തലമുറ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടത്. അവർ പറയണം, ഞാൻ പറയുന്നതല്ല എൻ്റെ സാക്ഷ്യം, അവർ പറയണം. അപ്പം ഇങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ ആ വചനപ്രകാരം അറിവിനകത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ടോ ആ വാക്ക് നോക്കി യേശു പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കി, തിമാടെ മകനായ ബർത്തിമായി പറയുകയാണ്, നീ പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചുകൊണ്ട്, ഇത്രയും ഉള്ളായിരുന്നു ട്രീറ്റ്മെൻറ്റ്, ഇത്രയും ട്രീറ്റ്മെൻറ്റേ ഉള്ളായിരുന്നു അവന് വേണ്ടത്. ഇതിനു വേണ്ടിയാണ് പുള്ളി നിലവിളിച്ചതൊക്കെ. അപ്പോൾ തിമാടെ മകനായ ബർത്തിമായി ഓർക്കുക, ദൈവം വെറുതെ നിലവിളിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് വിശ്വസിച്ചങ്ങ് ഏറ്റെടുത്താൽ മതിയായിരുന്നു, പെട്ടെന്ന് കാര്യത്തിൽ വെറുതെ തൊണ്ട പൊട്ടി വെറുതെ എന്ത് ചെയ്തു, നിലവിളിച്ചു. അപ്പോൾ ഇവിടെ യേശുവിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ ട്യൂണ് മാറി. അതുവരെ അവൻ വഴിപോക്കനായിരുന്നു, അതുകൊണ്ട് അവൻ്റെ വഴിപോക്കൻ്റെ പ്രാർത്ഥനയായിരുന്നു. നിങ്ങളിപ്പോൾ യേശുവിലേക്ക് വന്നിട്ടും വഴിപോക്കനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി തെറ്റായതുകൊണ്ട് നീയോ പ്രാർത്ഥിക്കാൻ, ആ വാക്കെടുത്ത് പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പം അവരെ പോലെ എന്ത് ചെയ്യരുത്. കണ്ടോ, അപ്പം നീ പ്രാർത്ഥിക്കുമ്പോൾ അവരെ പോലെ പ്രാർത്ഥിച്ചാൽ അവർക്ക് കിട്ടാതിരിക്കുന്ന പോലെ നിനക്കും കിട്ടാതിരിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ ഇന്ന് എഫേസ്യ ലേഖനം തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയേ, അവനിൽ നാം അവകാശം പ്രാപിച്ചു. അപ്പം അവനിൽ, അപ്പം ആരാ നിങ്ങൾ? യേശുവിൽ. അവൻ പറഞ്ഞ ക്രിസ്തുവിൽ. അപ്പം നിങ്ങളിപ്പോൾ ബന്ധം എങ്ങനെയാണ്? യേശുവിൻ്റെ അടുത്തല്ല, യേശുവിൻ്റെ അയൽവക്കമല്ല, യേശുവിൻ്റെ കൂട്ടുകാരനല്ല, യേശുവിൻ്റെ ബന്ധുവല്ല, യേശുവിൽ. എൻ്റെ കൂടെ പറഞ്ഞാൽ ഞാൻ യേശുവിൽ ആന്ന് പറ. ആമേൻ. അപ്പോൾ യേശുവിൽ ഉള്ള വ്യക്തിയാണ് ഇങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബിൽ ഇത് പിന്നെയും കേൾക്കുക. ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ഉള്ളിൽ ഈ ഒരു അറിവ് വന്ന് കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റി ഒന്ന് പിടിച്ചേ, ഉറപ്പായിട്ടും നിങ്ങൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കായിട്ട് ഈ സമയത്ത് രോഗത്താൽ ഇന്നലെ നമ്മൾ വലിയ സാക്ഷി 2 ദിവസമായിട്ട് വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. വലിയ രോഗസൗഖ്യങ്ങൾ കർത്താവ് കേൾപ്പിക്കാൻ ഇടയായി തീർന്നു. ഇന്നും രോഗികളായിട്ടുള്ളവർ എപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ കൈയെടുത്ത് വെച്ചിട്ട് പറയണം, യേശുവിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക്? യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ രോഗം, എൻ്റെ വേദന സൗഖ്യമായിരിക്കും. ഇന്ന് ഞാൻ യാദൃശ്ചികമായിട്ട് യൂട്യൂബിൽ ജസ്റ്റ് ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്തപ്പം ഒരു സഹോദരി വെച്ചുകൊണ്ട്, കർത്താവിൽ എൻ്റെ കാലിന് വേദനയായിരുന്നു, അത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്നൊരു സാക്ഷ്യം കൊണ്ട്. സഹോദരി പിന്നെ യൂട്യൂബിൽ ഇത് കേൾക്കുന്നുവെങ്കിൽ ആ സാക്ഷ്യം നിങ്ങൾ നേരിട്ട് വന്ന് പറയുക. കാര്യം ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമാണ്, ഈ കർത്താവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നത്. വീണ്ടും ഞങ്ങൾക്കത് അറിയാം, എങ്കിലും ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു വിശ്വാസം, ഒരു സ്റ്റെപ്പും കൂടെ ഞങ്ങൾക്ക് വർദ്ധിക്കാൻ ഇടയായിത്തീരും. ഞാൻ ഈ കമൻറ്റ് ചെയ്ത സാക്ഷ്യം വന്ന യൂട്യൂബിലുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കർത്താവ് തന്ന സാക്ഷ്യമാണ്, നമുക്കൊരു മടിയും വേണ്ട, ദൈവത്തെ ഉയർത്താൻ ഒരു മടിയും വേണ്ട. ഈ നിമിഷം എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു രമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ രമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ രമണിയെപ്പോലെ തന്നെ ഇരിക്കുന്ന രമണിക്കൊരു മോളെ, അതേ ഷേപ്പിലുള്ള അതേ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതേപോലെ ഇരിക്കുന്ന ഒരു മോളുള്ള, എപ്പോഴും എല്ലാവരും പറയും അമ്മയെപ്പോലെ തന്നെ ഇരിക്കുന്ന മോളാന്ന് പറയുന്ന ഒരു മൂത്ത സന്തതിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ മകളുമായിട്ട്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പ്രത്യേകിച്ച് ആ രമണി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയും ആ മോൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഇനി നിരാശപ്പെടേണ്ട. നിങ്ങളുടെ നിന്ദകളെയും തകർച്ചകളെയും യേശുക്രിസ്തു സാക്ഷ്യമാക്കി മാറ്റും എന്ന് പറയുന്ന ആരാണോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂമിലായിക്കോട്ടെ. ആരാ സിസ്റ്റർ? അത് സിസ്റ്ററുടെ പേരാണോ? രമണി. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്നെല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് കർത്താവ് നമ്മളെല്ലാം അറിയുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സകലത്തിലോ ഒന്നും വന്നിട്ടില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഞാനിത് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ പറയുകയാണ്, ധൈര്യപ്പെട്ടു. നിങ്ങളുടെ സകല തടസ്സങ്ങളെയും കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ബൈബിളിൽ പറഞ്ഞ് കേൾക്കയിൽ അവർക്ക് എന്തുണ്ടായി? വിടുതലുണ്ടായി. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആരാധന യേശുവെ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണപ്പ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്ന ദിവസമാണപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് ചെയ്യുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ ഈ മനോഹരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. മനോഹരൻ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ഞാനിങ്ങനെ ഈ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കണ്ട് ഈ അറുത്ത് വെച്ചിരിക്കുന്ന തടികൾ അതിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ കുറേ നേരമായിട്ട് ഈ മനോഹരൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഭവനവുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഒരു സിമ്പൽ പോലെ കർത്താവ് എന്നെ കാണിക്കണം. മനോഹരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബമാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സിംബോളിക്കായിട്ട് കർത്താവിനെ കാണിക്കണം. ഒരു മരം ഇങ്ങനെ നമ്മൾ മുറിച്ച് ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പക്ഷെ അതിങ്ങനെ പഴകിയിരിക്കുന്നത് പോലൊരു കാഴ്ച. അതിൻ്റെ അർത്ഥം എന്തോ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ഇത് വീടുമായിട്ട് അതായത് ഈ മരപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നതല്ല. ഇതൊരു സിമ്പലാണ്. എന്തോ ആരംഭിക്കാൻ വേണ്ടി ജീവിതത്തിൽ പലതും ശ്രമിച്ചു, പക്ഷെ അതെല്ലാം പൂട്ടിക്കെട്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ആ പ്ലാനുകളെല്ലാം മാറ്റി വെച്ചിട്ട് കുറേ നാളുകളായിട്ട് ഇപ്പോൾ അത് പഴകി, അത് മറന്നു, അത് മാറ്റിവെച്ച് വേറൊരു വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശയുടെയും ആ ഒരു നന്മ തുറക്കുവാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയവനെ പോലെ ജീവിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണെന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണം. ദൈവം ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. അവരോട് പറയണം, ദൈവം നിങ്ങളുടെ നിരാശകളെ മാറ്റുന്ന ദൈവമാണ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അമ്പിളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ അമ്പിളിക്കൊരു സഹോദരിയുണ്ട്. ഈ സഹോദരിയും അതോടൊപ്പം തന്നെ ഒരു സഹോദരനും കൂടെ ഉണ്ട് ഈ അമ്പിളി എന്ന് പറയുന്ന വ്യക്തിക്ക്. ഇതിൽ ഞാൻ കാണുന്നത് ഇവർ രണ്ടുപേരുടെ നടുക്കായിട്ട് ഒരു ആൺതലമുറ നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി കർത്താവ് പറയാൻ വേണ്ടിയാണെങ്കിൽ മ്യൂട്ട് മാറ്റിയതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം ഈ സമയത്തെ. എന്റെ പേര് പറയാൻ അമ്പിളി. സിസ്റ്ററുടെ പേരാണ് അമ്പിളി. എനിക്ക് സഹോദരിയുണ്ട്, ഒരു സഹോദരനും ഉണ്ട്, എനിക്ക് ഒരു മോനും ഉണ്ട്. മോനുണ്ട്. സിസ്റ്ററുടെ പേരിട്ടേക്കുന്ന പക്ഷെ ലതയെന്നാണല്ലോ കാണുന്നതിൻ്റെ അത്. ഇപ്പം ബ്രദറെ, എന്നെ വിളിക്കുന്ന പേര് അമ്പിളിന്നാ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ അടയാളങ്ങൾ സിസ്റ്ററുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ? ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അനുഭവിക്കാൻ ഇടയായി തിരുമേറ്റ്. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒറ്റ സെക്കൻഡ്. ഇനി കുടുംബത്തെ ഒന്ന് ബ്ലസ് ചെയ്തോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ഞാനൊരു കുടുംബത്തെ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ രാജി എന്ന് പേരുള്ള ഒരു വ്യക്തിയാണ്. രാജി എന്ന് പേരുള്ള ഒരു വ്യക്തിയാണ്. കണ്ണാടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണുന്നൊരു കാഴ്ച അങ്ങ് പറയുകയാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കരയുകയും കണ്ണുനീര് തുടച്ചിട്ട് കണ്ണാടി എടുത്ത് മാറ്റി ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ടേബിളിൽ വെച്ചിട്ട് അവിടുന്ന് നടന്നു പോയി വെള്ളമെടുത്ത് കുടിച്ച് പിന്നെയും മടങ്ങി വന്ന് അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇപ്പോൾ കർത്താവ് പറയുന്നു, ആ വേദന അനുഭവിച്ച വിഷയത്തിൻ്റെ മേൽ, കരഞ്ഞ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്നൊരത്ഭുതമാണ്. നമ്മൾ പലപ്പോഴും പ്രയാസപ്പെടുമ്പം ദൈവം ഇതൊന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കല്. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവി പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദർ, ഇത് രാജി എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിന്റെ അടുക്ക ഉള്ളതാണ് ബ്രദർ. അവൾ കണ്ണാടി വെച്ചിട്ടുണ്ട്. അവിടെ ഹസ്ബൻഡ് കഴിഞ്ഞ കൊറോണ ടൈമിൽ മരിച്ചുപോയി. പിന്നെ ഈ രാജിയുടെ അച്ഛനാണ് കാല് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കണത്. ഈ രാജിക്ക് 2 കൊച്ചു ആൺമക്കളുകളാണ്. പിന്നെ 1 പെൺകുഞ്ഞാണെന്ന് തോന്നുന്നു. ഇവരോട് ഈ കാര്യം പറയണം. കർത്താവ് ഇത് വെളിപ്പെടുത്തിയാന്ന് പറയണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ യേശുവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സമാധാനം, നമ്മുടെ വലിയ നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഭവനമാണ്. ഇന്ന് അവരോട് പറയണം, കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്നും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കർത്താവ് ചെയ്യുമെന്നും പറയണം. ദൈവത്താൽ അത് സാക്ഷ്യമാക്കി മാറ്റും യേശുവിൻ്റെ നാമത്തിൽ. പിന്നെയും പ്രാർത്ഥിച്ച്, കർത്താവെ,
അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവെ നന്ദി കർത്താവേ. ഓരോ കുടുംബത്തെയും തൊടുവാൻ എൻ്റെ കർത്താവ് ശക്തനും മതിയായ ദൈവമാണല്ലോ അപ്പാ. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചിന്ന് അനുഗ്രഹിക്കുന്നപ്പാ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ അപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവ് ഈ ദൈവാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ അപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എന്നെ കാണുന്നത് 1991 ജനിച്ച ജോഷുവ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ മകൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലപ്പ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിൽ എന്നത് റിലീസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു കാനറ ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക് കർത്താവ് എന്നെ കാണിക്കുക. കാനറ ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക് കർത്താവ് എന്നെ കാണിച്ചു. അതിൻ്റെ അകത്തൊരു 35 എന്നുള്ളൊരു നമ്പർ ആ ഒരു അക്കൗണ്ടിലുള്ള ഒരു കാനറ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കുറേ നേരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കാണുന്ന ഒരു ബാങ്ക് സംബന്ധമായിട്ടുള്ള ഒരു കുരുക്ക്, സാമ്പത്തികമായിട്ടുള്ള ചില കുരുക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഒരു കുടുംബം വിട്ട് മാറുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. നിങ്ങളതിൽ വളരെ വളരെ സങ്കടപ്പെട്ട് നടക്കുകയാണ്. എന്നാൽ കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേലെ ഒരു പരിഹാരത്തെ ദൈവം ചെയ്യുവാൻ പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കർത്താവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ. സിസ്റ്റർ അത് പറയാൻ വേണ്ടിയാണോ? ഈ നമ്പർ അതിലുണ്ടോ? അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് വലിയൊരു പ്രവൃത്തി കർത്താവ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നപ്പോൾ മിറക്കിൾ മണി. അപ്പോൾ ഏലിയാവിൻ്റെ കാക്ക വന്നതുപോലെ കർത്താവെ വല കീറുമാറുന്ന നന്മ പത്രോസ്ലീഹയുടെ വലയിൽ കീറിയതുപോലെ കർത്താവെ മീനിൻ്റെ വായിൽ ചതുർദ്രഹ്മ പണം ഒളിപ്പിച്ച് വെച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും യേശു എന്ന അധികാരത്തിൻ്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പോൾ അതിനകത്തോട് നന്മ നിറയട്ടെ, നന്മ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ അപ്പം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അപ്പോൾ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ അപ്പം. ദൈവപ്രവൃത്തികളും ദൈവിക ആലോചനയാൽ ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ അപ്പം. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയം. വേദനയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗമുള്ളവരെന്നെ കേൾക്കുന്നുവെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് ഇപ്പോൾ ഈ നിമിഷം മുതൽ ആ വേദന നിങ്ങളെ വിട്ട് മാറുവാണ്. കാര്യം യേശു നിങ്ങളുടെ വേദന വഹിച്ചതാണ്. ഇത് വചനമാണ്, സത്യമാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്നു. ആ രോഗാത്മാക്കൾ, രോഗശക്തികൾ, രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല വേദനയുടെ ആത്മാക്കൾ നിങ്ങളുടെ ശരീരം വിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു. ഇനി മേലാൽ അത് നിങ്ങളുടെ മേൽ വരത്തില്ല. ഈ നിമിഷം ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ കൈയെടുത്ത് വെച്ചു. ഇന്ന് അത്ഭുതവാ. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ ആന്തരിക അവയവങ്ങൾ, കിഡ്നി ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, അസ്ഥിക്കകത്തായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, ഇന്ന് മുഴകളായിക്കോട്ടെ, ഏതും മുഴകളും അപ്രതീക്ഷമാകും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നപ്പോൾ രോഗത്തെയും രോഗബന്ധനത്തെയും, ബ്ലഡിലെ ഷുഗറോ പ്രഷറോ ഏതുമായിക്കോട്ടെ മേലാൽ ആ കൗണ്ട് ഇനി അവർക്ക് ദോഷമായി വരാതെ എല്ലാം നോർമലാക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഇന്ന് ഓരോരുത്തരെയും സ്പർശിക്കുന്ന വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരുണ്ട്. നിങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കാര്യം കർത്താവിൻ്റെ നാമത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ വയലിലാണ് വിതയ്ക്കുന്നത്.
നിങ്ങളാകട്ടെ ദശാംശങ്ങളായിക്കോട്ടെ ഓരോ മാസങ്ങളിലും അവർക്ക് ലഭിക്കുന്ന ഓഹരിയിൽ നിന്നും സുവിശേഷ വേലയിൽ വരാൻ പോകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കാരണം നിങ്ങൾ കർത്താവിൻ്റെ വായിലാണ് വിതയ്ക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് പേഴ്സണലി മെസ്സേജ് അയക്കാൻ ഒത്തിരി ആൾക്കാർ അയക്കുന്നതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടത് കാണാൻ പറ്റുന്നില്ലെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ വിതച്ചതുകൊണ്ട് കൊയ്യും നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നപ്പോൾ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി കർത്താവേ. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർ, ദൈവം എന്നോട് ഇടപെട്ടത്, സൗഖ്യം നടന്നവർ, ഒന്ന് ചെക്ക് ചെയ്ത് പൂർണ്ണ സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് പറയരുത്. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളിനി എമർജൻസി ആണെങ്കിലും പേടിക്കേണ്ട. അതിൻ്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. ഇനിയൊരു പ്രത്യേകം പ്രാർത്ഥനയില്ല. ഈ പ്രാർത്ഥന ഇപ്പം ഇത്ര നേരം കേട്ട വചനം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി ബ്ലസ് ചെയ്തത്. അതിൻ്റെ റിസൾട്ടിന് കാത്തിരുന്നാൽ മതി. അത് കർത്താവ് അത്ഭുത സാക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നു. ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദർ പറഞ്ഞില്ലേ മനോഹരന്റെ ഭവനെന്ന്, ഇളമേരെ ഭർത്താവാണ്. മനോഹരൻ മരിച്ചു പോയതാണ്. അവർക്ക് സ്വന്തമായിട്ട് 2 ഭവനുണ്ട്. പക്ഷെ ആ 2 ഭവനത്തിൽ അവർക്ക് താമസിക്കാൻ പറ്റണില്ല. വാടക വീട് തോറും നടന്ന് വർഷങ്ങളോളായി അവര് ജീവിക്കുന്ന ഒരു നശിച്ചു പോയ ഒരവസ്ഥ. 2 ആൺമക്കളെ ജീവിതവും. എത്ര പേര് ആലോചന കേട്ടായിരുന്നു? മനോഹരന്റെ ഭവനത്തെ പറ്റി പ്രാർത്ഥിച്ചപ്പോൾ എത്ര പേര് കേട്ടായിരുന്നു? ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ല അവരുടെ അവസ്ഥ. അവരനുഭവിച്ച അവസ്ഥ. 2 ഭവനമുള്ളതിൽ 1 ഭവനത്തിൽ ഇങ്ങനെ തടി മരങ്ങൾ അർപ്പിച്ചത് കട്ട്ലാരൊക്കെ അട്ടിയാക്കിയിട്ടൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പൊ അത് ദർശനമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അല്ലേ? അത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവിടെ വലിയൊരു അനർത്ഥം കയറി കൂടിയിട്ടുണ്ട് അവരുടെ വീട്ടിലോട്ട്. അത് നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മനോഹരൻ്റെ ഭവനത്തെ കാണിക്കുന്നത് തകർച്ചയിലൂടെ കടന്നു പോകുന്നത്. അത് വലിയൊരു സംഭവം വീട്ടിൽ കയറി കൂടിയിട്ടുണ്ട്. അതിനെ ഓടിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ കഴിയുള്ളൂ. പറഞ്ഞാൽ മതി, കർത്താവിൽ വിശ്വസിച്ചാൽ ഇനി അലയണ്ട, ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയും. ഇതാ അതിന് പരിഹാരം കേട്ടോ. ഇനി എത്ര നിങ്ങൾ ശ്രമിച്ചാലും ഓടിയാലും നശിക്കത്തുള്ളൂ. പക്ഷേ യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. കർത്താവ് ചെയ്യും കേട്ടോ. അപ്പോൾ അവരോട് പറയണം, ധൈര്യപ്പെടുത്തണം. ഈ ആലോചന പറഞ്ഞവരെ ബലപ്പെടുത്തണം. ഉറപ്പായിട്ടും പറയണം, ഇത് കേൾപ്പിക്കണം. എന്നിട്ട് അവിടെ പറയണം, അതുപോലെ ഇന്ന് കേട്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ. കർത്താവ് അത് സാക്ഷ്യമായിട്ട് കയറും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദർ. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ, ഷീല എന്ന പേര് വെളിപ്പെടുത്തിയല്ലോ. ഷാജി അങ്ങനെ പറഞ്ഞില്ലേ, അത് എന്റെ ഹസ്ബൻഡാണ് ഷാജി. ഏറ്റെടുത്തു സിസ്റ്റർ. ഒരേ ആലോചന ഒരേപോലെ ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. താങ്ക് യു ജീസസ്. ഓക്കേ, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രമണി എന്ന് പറഞ്ഞില്ലേ, രമണി എന്റെ അമ്മയുടെ അനിയത്തിയാണ്. അവരുടെ മകള് രജിതകുമാരി. ഏറ്റെടുത്തു സിസ്റ്റർ. ഞാൻ പറയാം, ഒരു മിനിറ്റ് നിങ്ങൾ പറയാനുള്ളൊരു മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതിയേ. പറഞ്ഞു. രജിതകുമാരിക്ക് വീട്ടിന്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റെടുത്ത സിസ്റ്റർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവിടെ പറഞ്ഞോണം, കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്ന്. ഈ ആലോചന കേട്ടിട്ട് നിങ്ങൾ അവരോട് പറയുമ്പോൾ നിങ്ങളെ കേൾക്കുവാനുള്ള മനസ്സും ദൈവം അവർക്ക് കൊടുക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞോ. എന്റെ ഫ്രണ്ട് മംഗലം ഡാമിലാണ് ഇരിക്കുന്നവരെ. അവര് ഹോസ്പിറ്റലില് 4 പേര് അഡ്മിറ്റായി പനിയായിട്ട്. തൃശ്ശൂർ ജൂബിലിയില്. കാരണം വെച്ചാൽ ശക്തമായ പനിയും ജലദോഷം, ചുമ. എന്നിട്ട് എന്നെ വിളിച്ചിരുന്നു, ഫോൺ എടുക്കാത്ത ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ചേച്ചി പറഞ്ഞു. പിന്നെ അതിന് തിരിച്ചു വിളിച്ചപ്പോഴാണ് പറയുന്നത്, ചേച്ചി ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം, തല പൊന്തണേയില്ല, വീട്ടിലേക്ക് വന്നിട്ടും ശക്തമായ പനിയാണ് പറഞ്ഞു, പ്രാർത്ഥിക്കാ പറഞ്ഞു. ദൈവം അവിടെ പ്രവർത്തിക്കും പറഞ്ഞു. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് കാലത്ത് വിളിച്ചപ്പോൾ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. എണീച്ചിട്ട് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ട് ചേച്ചി ഒരുപാട് നന്ദി പറഞ്ഞു. അവൻ തീർച്ചയായിട്ടും അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഇനിയും പ്രാർത്ഥിക്കുക. ദൈവം കൊടുത്ത അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഒരു ഇത് പറഞ്ഞോട്ടെ. ബ്രദർ അമ്പിളി എന്ന് പറഞ്ഞില്ലേ, അമ്പിളി. എന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ പാലാ ചേർപ്പങ്കിലാണ്. എന്റെ നേരെയുള്ള അനീതിയാണ് അമ്പിളി. അതിന്റെ ഇളതൊരു സഹോദരൻ, അതിന്റെ ഇളതൊരു അനീതിയാണ്. സഹോദരങ്ങളല്ല എന്റെ.
ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് ഇന്ന് ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. എന്റെ ഇളയവര് 3 പേരാണ് അവര്. ഏറ്റെടുത്തു സിസ്റ്റർ, ഞാൻ പറഞ്ഞില്ല ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷ്യമാക്കുക. ഒരേ ആലോചന ഒരേപോലെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ പറഞ്ഞതിന് ശേഷം ഏറ്റെടുത്താൽ മതി. നിങ്ങൾ എടുത്തു പറയണം നിർബന്ധമില്ല, ഏറ്റെടുത്താൽ മതി കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു പറഞ്ഞു. കഴിഞ്ഞ 31-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ചർച്ചിലൊന്ന് പോയിരിക്കുന്നു, അതുകൊണ്ട് കേട്ടില്ല. പിന്നെ അന്ന് ഞാൻ ഇന്നത് കേൾക്കുന്നത്. ഞാനൊരു തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളുടെ മകളെ, മൂത്ത മകളെ സ്പർശിക്കുന്നു പറഞ്ഞു. അപ്പൊ എന്റെ മോളൊന്നും വിശ്വാസത്തിലല്ല. തങ്കച്ചൻ എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡാണ്, മരിച്ചുപോയി. മോളൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നുള്ള ആ ഒരു ഭാഗത്ത് ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്ന് അത് കേട്ടത്. തീർച്ചയായിട്ടും കർത്താവ് അത് ഏറ്റെടുത്ത് കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച മോനിച്ചെന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറഞ്ഞിരുന്നു. അത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും അടയാളം ഏറ്റെടുത്തു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, ഞാൻ കാലത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൊച്ചാപ്പൻ്റെ മോനെ ഹോസ്പിറ്റലിലാണ്. അതായത് ഹോമോ സ്റ്റേജിലെ ആള്, 34 വയസ്സാണ്. അപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് ഇന്നലെ റൂമിലേക്ക് മാറ്റി. അപ്പം ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും സാധ്യതയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മരുന്നൊന്നും ഏൽക്കുന്നില്ല ബ്രദറെ. അപ്പം വെന്റിലേറ്ററിൽ നിന്ന് ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടും ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഡോക്ടർമാർ ഇവിടെ വെക്കേണ്ട കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുക, ഞാൻ പ്രാർത്ഥിക്കാൻ പറയാം, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം പറ. കർത്താവ് ഇന്ന് സിസ്റ്റർ അതിന് വല്ല അത്ഭുതം നടന്നു കഴിഞ്ഞു, ധൈര്യപ്പെട്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല വിശ്വാസം നമ്മളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇപ്പം മുതൽ സിസ്റ്റർ പറഞ്ഞാൽ കർത്താവെ ആ മകന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി. ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു കേട്ടോ. അവൻ ഡിസ്ചാർജായി സാക്ഷ്യമായിട്ട് തന്നെ മാറും. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് ഞാനൊരു കാര്യം ചോദിച്ചറിയാനായിരുന്നു. ഹലോ ബ്രദറെ, പറഞ്ഞു. ഞാൻ ഇടുക്കിന്നാ വിളിക്കുന്നത്. എന്റെ പേര് ശാന്ത എന്നാണ്. അപ്പൊ എനിക്കൊരു കാര്യം അറിയാം. ഞാനിങ്ങനെ പ്രാർത്ഥനയിലേക്ക് വന്നിട്ട് കുറെ വർഷങ്ങളായെങ്കിലും ഞാൻ ഈയിടെ ബ്രദറിന്റെ ഈ പ്രോഗ്രാം കയറിയാണ് ബലപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബലത്തിൽ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കും. ഈ 1-ാം തീയതി ഞങ്ങൾ നല്ല പ്രതീക്ഷയോടെ ബ്രദറിന്റെ വചനങ്ങളൊക്കെ കേട്ട് നല്ല ബലത്തിലായി കടയിൽ ചെന്നു. ഞങ്ങൾ കട നടത്തുവാണ്. ഒത്തിരി കടബാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളിങ്ങനെ ബലത്തില് കർത്താവിനെ കൊണ്ടാണ് എന്നും പോകുന്ന കടയിലേക്ക്. അപ്പൊ ഈ 1-ാം തീയതി ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ് കടയിൽ പോയത്. പക്ഷെ എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് ഞങ്ങൾ കടയിൽ ചെന്നാൽ ഞങ്ങളെ പ്രതിസന്ധികൾ ഇങ്ങനെ എന്നും പിന്തുടരുക ബ്രദറെ. എത്ര പ്രാർത്ഥിച്ചിട്ട് ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. സിസ്റ്റർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് 28-ാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മുടെ ജോലി ബിസിനസ്സിൻ്റെ അകത്ത് ആ വചനം പറഞ്ഞ് നമ്മൾ ആ കുടുംബത്തിൽ ചെന്നിട്ട് പറയണം. ആ വാക്യത്തിലെ യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു, എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ, അതും കൂടി എടുത്തു പറയണം. അപ്പം നമ്മുടെ ബിസിനസ്സിൽ നമുക്കൊരു ഉയർച്ച ലഭിക്കുന്നില്ല, നമുക്ക് ആ മേഖലയിൽ നമുക്കൊരു സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കണം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അതിൻ്റെ അർത്ഥം ഈ ബിസിനസ്സിൽ ഈ ജോലിയിൽ എനിക്ക് ഏതൊക്കെ എതിർപ്പുകൾ സംഭവിക്കുന്നുണ്ടോ അവിടെ എതിർക്കുന്ന ശത്രുവിനെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും എന്ന വചനവും കൂടെ പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് നമ്മളറിയാത്ത ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആ വചനവും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ, വചനവും കൂടെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയും കൂടെ കാണുവാനും ആ മേഖലയിൽ നമുക്കൊരു വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് ചെയ്യുന്നത് കാണാനും ഒക്കെ ഇടയായിത്തീരും. അപ്പം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. തൽക്കാലം ഞാൻ നമ്മുടെ സാക്ഷ്യങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എങ്കിലും സമയം ഇച്ചിരി മുന്നോട്ട് പോയി നാളെ നമുക്ക് പിന്നെയും സാക്ഷ്യങ്ങൾ കേൾക്കാം. കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികളെ കാണാം. വലിയ പ്രവൃത്തികളെ നമുക്കിന്ന് ദൈവസന്നിധിയിൽ അനുഭവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ശക്തിപ്പെടുത്തുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.
എല്ലാ ദിവസത്തെ പോലെ തന്നെ കർത്താവ് എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിനക്കത് ഉണ്ടാകും എന്ന ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് തന്നെ എല്ലാവരും എല്ലാ ദിവസത്തെ പോലെ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറഞ്ഞാട്ടെ, കർത്താവ് എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്. ഇന്ന് ഈ സൂമിലും ഫേസ്ബുക്കിലൊക്കെ ലൈവിലൊക്കെ കാണുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ദിവസം എല്ലാ ദിവസത്തെ പോലെ തന്നെ നിങ്ങളും പറയണം, കർത്താവിൻ്റെ നാമത്തിൽ എന്താണോ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസമാണ്. അത് നിങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ അത് സംഭവിക്കുവാൻ ശക്തമാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളത് പറയുവാൻ തുടങ്ങിയാട്ടെ. കർത്താവ് എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറഞ്ഞാട്ടെ. നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം തന്നെ എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ